എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. നാളെ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കാവുന്നതാണ്. അതായത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ മാറുമെന്ന് ഉറപ്പുള്ള ഏതൊരു സ്കൂളും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് വെക്കാം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു ഓപ്ഷൻ മുതൽ എത്ര ഓപ്ഷൻ വരെ വേണമെങ്കിലും നൽകാവുന്നതാണ്. കൂടുതൽ ഓപ്ഷൻ നൽകണം എന്നുള്ളതൊന്നും നിർബന്ധമല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂൾ അതായത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറണം, അതായത് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് നിങ്ങൾ മാറും എന്ന് ഉറപ്പുള്ള സ്കൂളുകളായിരിക്കണം ഓപ്ഷൻ വെക്കേണ്ടത്. കാരണം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതുമാണ്. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റും നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് എക്സ്ട്രാ ഫീ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു PTA ഫണ്ട് അതുപോലെ തന്നെ സ്കൂളിൽ അടച്ചിട്ടുള്ള ബാക്കിയുള്ള ഫീസ് എന്നിവ തിരികെ ലഭിക്കും. എന്നാൽ അഡ്മിഷൻ ഫീസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതല്ല. അതിന് പകരം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പുതുതായിട്ട് അതായത് മറ്റൊരു കോഴ്സിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ഇതൊന്നും തിരിച്ച് കിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് എക്സ്ട്രാ വരുന്ന വല്ല ഫീസ് ഉണ്ടെങ്കിൽ അടക്കുക. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സയൻസിലേക്കാണ്, അതായത് ഇപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഉദാഹരണം നോക്കാം. സയൻസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, അതിനുശേഷം പിന്നീട് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതായത് മുകളിൽ നിന്നും താഴോട്ടേക്കുള്ള കോഴ്സിലേക്കാണ് കിട്ടുന്നത്. ഒരു ഉദാഹരണത്തിന് സയൻസിൽ നിന്നും താഴോട്ടേക്കുള്ള കൊമേഴ്സോ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വല്ല ഫീസും അടയ്ക്കേണ്ടതില്ല. കാരണം മുകളിൽ നിന്നുള്ള കോഴ്സിൽ നിന്നും താഴോട്ടേക്കാണ് കിട്ടുന്നത്. ഇനി ഇതിൽ നിന്ന് മുകളിലോട്ടുള്ള കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത് എന്ന് കരുതുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഹ്യൂമാനിറ്റീസിൽ നിന്ന് കൊമേഴ്സിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്കോ സയൻസിലേക്കോ അല്ലെങ്കിൽ കൊമേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്കോ അല്ലെങ്കിൽ സയൻസിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് സയൻസിലേക്കോ ആണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്കൊരു 200 അല്ലെങ്കിൽ 150 രൂപയൊക്കെയാണ് ഫീസ് എക്സ്ട്രാ ആയിട്ട് വരുള്ളൂ. അപ്പോൾ അത് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ സ്കൂളിൽ അടച്ചാൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടുന്നത് എന്ന് കരുതുക. അതായത് നിലവിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അടച്ചിട്ടുള്ള അഡ്മിഷൻ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു തരില്ല. അതിൻ്റെ പകരം നിങ്ങൾക്ക് PTA ഫണ്ടും അതുപോലെ തന്നെ നിങ്ങൾ ബാക്കി വേറെ എന്തെങ്കിലും ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീസും നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അത് ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ട് മുഖേനയായിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റിസിപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങി അതുപോലെ PTA ഫണ്ടും തിരിച്ചു വാങ്ങി നിങ്ങൾ ഈ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ഉള്ള ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ PTA ഫണ്ട് എന്നിവ സഹിതം അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു അഡ്മിഷൻ ആദ്യം എടുത്ത സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ്റെ റിസിപ്റ്റ് തന്നിട്ടുണ്ടാവും, അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ. അപ്പോൾ ആ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റിസിപ്റ്റ് എന്നിവ സഹിതം അതെടുത്ത് പുതിയ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ സ്ലിപ്പ് കൂടി പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ ജസ്റ്റ് അതായത് ട്രാൻസ്ഫർ കിട്ടി എന്നുള്ളതിന് നിങ്ങൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫറിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ആ ഒരു പ്രിൻ്റ് ഔട്ടുമായിട്ട് ഈ ഒരു നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും ഫീസും സഹിതം പോയിട്ട് പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാവുന്നതാണ്. അതായത് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാവുന്നതാണ്, പ്രത്യേകിച്ച് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നാളെയാണ് നൽകാൻ സാധിക്കുക. നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുകയും ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതായത് അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസും അതായത് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ +1 ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ ലഭിച്ച ആ ഒരു സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് കോമ്പിനേഷൻ SSLCയുടെ രജിസ്റ്റർ നമ്പർ എന്നിവ നൽകിയ ശേഷം നിങ്ങൾക്ക് വേണ്ട സ്കൂള് കോഴ്സ് എന്നിവ നൽകിയ ഓപ്ഷൻസ് കൊടുത്ത ശേഷം അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. അതിനുശേഷം മാത്രം വിദ്യാർത്ഥികൾ ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്ത്
നോക്കുക, നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആണോ, നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് തന്നെയാണോ കൊടുത്തത് എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം വീണ്ടും ഈ ഒരു കൺഫർമേഷൻ ബട്ടൺ ആയിട്ടുള്ള, അതായത് ഈ ഒരു ഡിക്ലറേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് വീണ്ടും ഒരു തവണ കൂടി ചെക്ക് ചെയ്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല, നൽകിയിട്ടുള്ള സ്കൂളോ കോഴ്സോ മാറിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം ഡിക്ലറേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം 20-ാം തീയതിയുടെ ട്രാൻസ്ഫർ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇത് വന്ന ശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ച ആ ഒരു സ്കൂളിലേക്ക് മാറാവുന്നതാണ്. അതിനുശേഷം സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് പിന്നീട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. അത് ഏകദേശം ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.